ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തിയും കൃഷ്ണമോളും ബബിതയും കൂടിയിട്ട് ബ്ലഡൊക്കെ ആയ സ്ഥലം തൂത്ത് വൃത്തിയാക്കാണേ. എന്നിട്ട് പറഞ്ഞു, അവള് കാരണം ബാക്കിയുള്ളവർക്ക് ഓരോ പണികൾ, ഇതിപ്പോൾ ആകെ ഉണങ്ങി പിടിച്ചല്ലോ. അപ്പോൾ ബബി ചോദിക്കുന്നുണ്ട്, ഇവൾക്ക് ഇത്രമാത്രം രക്തം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണം. ഉണ്ടായി കാണും എന്നൊക്കെ വൈജയന്തി ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വൈജയന്തി ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നടന്നു നോക്കണം. ഇവിടെ കസേര തട്ടി മറിഞ്ഞ അടയാളങ്ങളൊന്നും ഇല്ലല്ലോ. അവൾ എവിടെ കർട്ടൻ്റെ വള്ളി വെട്ടാൻ വേണ്ടിയിട്ടാണ് കയറിയത്, അങ്ങനെ ഒരു ലക്ഷണങ്ങളും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴാണ് കേട്ടോ ബാബിയും കൃഷ്ണമോളും അത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ബാബിയും പറഞ്ഞു, ശരിയാണല്ലോ, അവളിവിടെ കസേരയെന്ന് വീണിട്ടുണ്ടെങ്കിൽ ഇവിടെ കസേരയൊക്കെ തട്ടിമറിഞ്ഞ് കിടക്കേണ്ടതല്ലേ, അതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, എനിക്ക് തോന്നുന്നത് അവൾ കള്ളം പറഞ്ഞതാണെന്ന് വൈജയന്തി പറയുകയാണേ. അപ്പോൾ കൃഷ്ണമോള് പറയും, ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് അലീന ചേച്ചി കുത്തിയതാവോ? ആയിരിക്കും, അവളുടെ കള്ളക്കാമുകനും ആയിരിക്കും. അമ്മേ, വെറുതെ ആവശ്യമില്ലാത്തത് പറയരുത് കേട്ടോ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. പിന്നെ അവൾ വാതിൽ തുറന്ന് കൊടുക്കാതെ ആരാടി അകത്തേക്ക് കയറാ? അലീന ചേച്ചി അങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാർക്കൊന്നും വാതിൽ തുറന്നു കൊടുക്കാറില്ല. എന്തായാലും പരിചയമുള്ള ഒരാൾക്കായിരിക്കും വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടാവുക എന്ന് പറയുകയാണേ. ചിലപ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടിയാണ് വന്നതെങ്കിലോ എന്ന് വൈജയന്തി പറയാൻ കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് പറയും, ഒന്നും മിണ്ടാതിരിക്കാമേ, അങ്ങനെയൊന്നും ആയിരിക്കില്ല, ഇത് വേറെ എന്തോ ഒരു സംഭവമുണ്ട്. എനിക്ക് ചെറിയൊരു സംശയം. എന്ത് സംശയം? രോഹിത്തേട്ടന് അനില ചേച്ചിയോട് ദേഷ്യമല്ലേ? അതിന് അല്ല, രോഹിത്തേട്ടനെങ്ങാനും ഇനി ചോദിക്കാൻ കേട്ടോ. നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പറയുന്നത് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പറയാൻ പറ്റില്ല. രോഹിത്തേട്ടനാവുമ്പോൾ അനില ചേച്ചി വാതിൽ തുറന്നു കൊടുക്കും. അപ്പോൾ ഇനി രണ്ടുപേരും കൂടി എങ്ങാനും വല്ല വാക്ക് തർക്കമായിട്ടെങ്ങാനും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ബബി പറയാണ്, ശരിയാണ്, അവളോട് അവന് ദേഷ്യമുണ്ട്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവൻ്റെ മുറിയിലൊന്ന് ചെന്ന് പരിശോധിച്ച് നോക്കിയാലോ. രോഹിത്തേൻ്റെ റൂമിൽ ആ സിസേഴ്സ് ഉണ്ടോയെന്ന്, രോഹിത്തേൻ്റെ റൂമിലൊരു സിസേഴ്സ് ഉണ്ടല്ലോ, അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടോയെന്ന് നമുക്ക് രണ്ടുപേർക്കൊന്ന് പോയി നോക്കാം എന്ന് ബബി പറയാണ് കേട്ടോ. അങ്ങനെ ബബിയും കൃഷ്ണമോളും കൂടെ പോകുമ്പോൾ വൈജയന്തിക്കും എന്തോ ഒരു ചെറിയ സംശയമൊക്കെ മനസ്സിലിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ റൂമിൽ കയറിയിട്ട് പരിശോധന നടത്താണ്. എല്ലാ ഭാഗത്തും രണ്ടുപേരും മാറി മാറി നോക്കുമ്പോൾ ഒരു മേശപ്പുറത്ത് എല്ലാ സാധനങ്ങളും തട്ടിമറിഞ്ഞ് വീണ് കിടക്കുകയാണ് കേട്ടോ. ബുക്സും പേനകളും അതുപോലെ എല്ലാ സംഭവങ്ങളും തട്ടിമറിഞ്ഞ് കിടക്കുകയാണേ. അപ്പോൾ ഈ പെൻ ഹോൾഡറിലാണ് ആ കത്രിക ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഇവിടെ ഇല്ലല്ലോ ചേച്ചി എന്ന് പറയാൻ കേട്ടോ. അത് ശരിയാണല്ലോ. എന്നിട്ട് ഒരു മറ്റേ ക്യാപ്സൂളിൻ്റെ ഒരു കവർ എടുത്തിട്ട് ബബിക്ക് കൊടുക്കാൻ കേട്ടോ. ഇതെന്താ, ഇതൊരു ക്യാപ്സൂളിൻ്റെ കവറാണല്ലോ എന്ന് പറയാൻ കേട്ടോ. അതിന് ശേഷം ഒരു ഗ്ലാസ് അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വല്ല ലെമൺ ടീയോ അല്ലെങ്കിൽ ജ്യൂസോ കൊണ്ടുവന്നതായിരിക്കും. എന്താണെന്നുണ്ടെങ്കിൽ രോഹിയേട്ടനത് കഴുകി വയ്ക്കുന്ന ശീലമൊന്നുമില്ല എന്ന് ബബി പറയാണ് കേട്ടോ. എന്തോ സംതിങ് റോങ് ആയിട്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. രോഹിത്തേട്ടൻ ക്ലാസ് കട്ട് ചെയ്ത് ഇവിടേക്ക് വന്നിട്ടുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വാ, ഇവിടെ ഒരു നെഗറ്റീവ് എനർജി, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ബബി താഴത്തേക്ക് പോവുകയാണേ. ഈ സമയത്ത് രോഹിത് വരികയാണ് കേട്ടോ. രോഹിത് വന്നിട്ട് പേടിച്ച് പറഞ്ഞിച്ച് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. രോഹിതിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അവർ കുറ്റം ചെയ്തു എന്നുള്ള അത് ആർക്കും മനസ്സിലാവും. നീ എന്താ വൈകിയത് എന്ന് വൈജയന്തി ചോദിക്കുകയാണ് കേട്ടോ. അത് ഞാൻ ഒരു ഫുട്ബോൾ മാച്ച് ഇത് കാണാൻ പോയി, ടൂർണമെൻറ്റ്. നിനക്കതിന് ഫുട്ബോൾ കളിക്കുന്ന ശീലമൊന്നുമില്ലല്ലോ. അതിന് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ടർഫിൽ പോയതാ എന്നൊക്കെ പറയും കേട്ടോ. വിക്കിയൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പോകാൻ പോകുമ്പോൾ രോഹിത്തേട്ടൻ ഇന്ന് ക്ലാസ് എങ്ങാനും കട്ട് ചെയ്ത് വന്നിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ. ക്ലാസ് കട്ട് ചെയ്തോ? ഞാനോ? ഇല്ലല്ലോ, നുണ പറയരുത്, കോളേജിൽ ചെന്ന് അന്വേഷിച്ചാലേ അറിയാൻ പറ്റും എന്ന് പറയുകയാണേ. അപ്പോൾ ഇല്ലില്ല, ഞാനൊന്നും ക്ലാസ് കട്ട് ചെയ്തിട്ടില്ല. അമ്മ ഇവളെന്താ ചോദിക്കുന്നത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വൈജയൻ ചോദിക്കും, നീ എന്താ കൃഷ്ണമോളെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, ചെറിയൊരു സംശയം, ഇവിടെ നടന്നതൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കണം ബബി. അപ്പോൾ ബബി ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ബബിനോട് എന്ത് നടന്നത്? അല്ല, അലീനയില്ലേ, അവൾ ഹോസ്പിറ്റലാ, അവൾ ആരും കുത്തി എന്ന് പറയട്ടോ. കുത്തിയോ? ആര് കുത്തിന്ന്? അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പതുക്കനെ താഴത്തേക്ക് വരട്ടോ. അവൾക്ക് എന്താ സംഭവിച്ചത്? ബബി പറഞ്ഞതല്ലേ ഒരു തവണ കുത്തിന്ന്, പിന്നെയും വീണ്ടും എന്താ ചോദിക്കുന്നത് നോക്കിട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എങ്ങനെ കുത്തി? അതേ, രോഹിതയുടെ റൂമിലുള്ള കത്രികയാണ് അലീന ചേച്ചിയുടെ വയറ്റിൽ കുത്തി കയറിയിട്ടുള്ളത്. അപ്പം പെട്ടെന്ന് രോഹിത് ഒന്ന് ഞെട്ടാണ് കേട്ടോ. അതെന്താ, എൻ്റെ റൂമിലിരുന്ന കത്രിക അവിടുന്ന് പുറത്ത് താഴത്തേക്ക് വന്ന് അവളെ വയറ്റിൽ കുത്തി കയറിയോ? അങ്ങനെയൊന്നുമല്ല, ആരോ കുത്തിക്കയറ്റിയതാണ് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയും രോഹിത്. എന്തായാലും രോഹിത്തേട്ടന് അലീന ചേച്ചിനോട് ദേഷ്യം ഉണ്ടല്ലോ എന്ന് ചോദിക്കട്ടോ. എനിക്ക് ദേഷ്യമോ? എന്ത് ദേഷ്യം? അല്ല, റൂബി ചേച്ചിയുടെ കാര്യത്തിൽ. റൂബിയോ? അതാരാ? ഇവളെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് ആക്ടിങ് ആണ്, ഇത് ഫുൾ അഭിനയമാണ് കേട്ടോ എന്ന് പറയട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് കൃഷ്ണമോളോട്, കൃഷ്ണേ
ഇവനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലേ ഞാൻ ചോദിച്ചോളാം, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനുണ്ട്, അച്ഛൻ ചോദിച്ചോളാം. ആ അച്ഛൻ്റെ റൂമിൽ നിന്ന് അടിച്ചു മാറ്റിയ കത്രികയാണ് രോഹിത്തേട്ടൻ്റെ റൂമിൽ നിന്ന് കാണാതായിരിക്കുന്നതെന്ന് പറയൂട്ടോ. അപ്പോൾ അത് ശരിയാണ്, ഞാൻ അച്ഛൻ്റെ റൂമിൽ നിന്ന് എടുത്തു മാറ്റിയതാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ഈ പറയുന്നതൊക്കെ ശരിയാവണമെന്നില്ലല്ലോ. ഞാനൊന്നും പറയുന്നില്ല, പോലീസ് വരുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറയൂട്ടോ. അപ്പോൾ ബബി വന്നിട്ട് പറയുന്നുണ്ട്, അതെ രോഹിത്തേട്ടന് അലിനോട് റിവഞ്ച് ഉണ്ടായിരുന്നു അല്ലേ? എനിക്ക് റിവഞ്ചോ? പിന്നെ എനിക്കങ്ങനൊന്നുമില്ല എന്ന് പറയട്ടോ. നോക്കട്ടെ, പോലീസ് വരുമ്പോൾ സത്യം അറിയാലോ എന്നൊക്കെ പറയാൻ കേട്ടോ. രോഹിത്താണെന്നുണ്ടെ പേടിച്ച് വിറച്ച് മുകളിലേക്ക് പോവുകയാണേ. പക്ഷെ അപ്പോഴും വൈജേന്ദ്രൻ മനസ്സിൽ ചെറിയൊരു സംശയം വീണ്ടും വീണ്ടും വരികയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രൻ മനുവും കൂടെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. എന്തായാലും റൂമിലേക്ക് മാറ്റിയിട്ടില്ലല്ലോ മനു എന്ന് ചോദിക്കാനായിട്ട്. ഇല്ല, ICUവിൽ തന്നെയാണെന്ന് പറയട്ടോ. അപ്പം ഇന്ന് കാണാൻ പറ്റില്ലല്ലേ? ഇല്ല, ബോധം വീണിട്ടുണ്ടാവില്ല ശരിക്കും, അതുകൊണ്ടായിരിക്കും. അങ്കിള് വീട്ടിൽ പോക്കോ എന്ന് പറയൂട്ടോ. അപ്പോൾ ഇവിടെ ആരാ? ഇവിടെ ഞാനിരുന്നോളാം. നീയോ? അലിനരെ ബൈസ്റ്റാൻഡറോ? ഞാനിരുന്നോളാം അങ്കിളെ, ആരില്ലാത്തവളല്ലേ, ആരെങ്കിലും വേണ്ടേ അവൾക്ക് എന്ന് പറയൂട്ടോ. അങ്കിൾ ഈ പ്രായത്തിൽ ഇവിടെ ഉറക്കം പൊളിച്ചൊന്നും ഇരിക്കാൻ നിൽക്കണ്ട, അങ്കിൾ വീട്ടിലേക്ക് വെക്കും. അപ്പോൾ നിനക്ക് ജോലിക്ക് പോകണ്ടേ? നാളെ ഞാൻ ലീവ് എടുത്തോളാം. ആണോ? എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാം, നാളെ രാവിലെ വരാം എന്ന് പറഞ്ഞിട്ട് പോകുകയാണേ. ഇതേ സമയം രോഹിത്താണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് ഭ്രാന്തമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രോഹിത്ത്. അവിടെയുള്ള സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുകയാണ്, എല്ലാവരും ക്ലീൻ ചെയ്യുന്നുണ്ട്, ബെഡ്ഷീറ്റൊക്കെ മടക്കി വൃത്തിയാക്കി ഒരു മൂലയ്ക്ക് വെക്കുന്നുണ്ട്. ഈ സമയത്ത് അലീനയുടെ മുടി അവിടെ നിന്ന് കിട്ടുകയാണ് കേട്ടോ. അതിങ്ങനെ നോക്കുകയാണ്, ഒരു ഭ്രാന്തനെ പോലെയാണ് കേട്ടോ അതൊക്കെ നോക്കുന്നത്. എന്നിട്ട് വേഗം തന്നെ ജനൽ തുറന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കളയും. അതിനുശേഷം ഹരിനെ ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ. ഹരി, നീ എവിടെയാന്ന് ചോദിക്കും കേട്ടോ. ഞാനിവിടെ പുറത്താ. നീയോ? നീ വീട്ടിലെത്തിയോ? ഞാൻ വീട്ടിലെത്തി. എന്തായി അവിടുത്തെ കാര്യങ്ങൾ ചോദിക്കും കേട്ടോ. ഇവിടെ എന്തോ സംശയമൊക്കെ ഉള്ള പോലെ. സംശയമോ? എന്ത് സംശയം എന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല, ഞാനിന്ന് ക്ലാസ് കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള സംശയമൊക്കെ ഉണ്ട് എന്ന് പറയട്ടോ. നീ ഒന്നും വിട്ടു പറയാതിരുന്നാൽ മതി. എടാ, എന്നാലും അവൾ എന്ത് പണിയാടാ കാണിച്ചത്? അവൾ ഇങ്ങനെ ചെയ്യോ? ഞാൻ എൻ്റെ കൺമുന്നിൽ നിന്നായൊരു കാഴ്ച പോകുന്നില്ലടാ, നീ അത് വിട്ടേ. അവൾ എന്തായാലും നമുക്കെതിരെ മൊഴിയൊന്നും പറഞ്ഞില്ലല്ലോ, നീ ആശ്വസിക്ക്. പക്ഷേ പോലീസിനോട് അങ്ങനെ അവൾ പറഞ്ഞില്ലെങ്കിലും അച്ഛനോട് പറഞ്ഞാലോ എല്ലാം തുറന്ന്. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലേ? അച്ഛനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിലേ നീ ഒരു കാര്യം ചെയ്താൽ മതി, കാല് വീണങ്ങോട്ട് മാപ്പ് പറയും എന്ന് പറയട്ടോ. നീ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ആർക്കെങ്കിലും എന്നെ സംശയമുണ്ടോ? ഇതുവരെ ഇല്ല. നീ ഒന്നും വിട്ടു പറയാതിരുന്നാൽ മതി. അച്ഛൻ വന്നു. ശരി എന്നാൽ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. നീ സൂക്ഷിച്ചിരിക്കണേ, വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഹരി ഫോൺ കട്ട് ചെയ്യും. പിന്നീട് ഡോക്ടർ ശർമ്മയുടെ അടുത്ത് ചെന്നിട്ട് മനു ചോദിക്കുകയാണേ അലീനയുടെ കാര്യങ്ങൾ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മനു ചോദിക്കുകയാണ്, ഡോക്ടറെ, അലീന കസേരയിൽ നിന്ന് വീണെന്നാണ് പറഞ്ഞത്, മൊഴി കൊടുത്തത്. അതെ, അത് അലീന അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കസേരയിൽ നിന്ന് വീഴുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പൊട്ടോ മുറിവോ ചതവോ എന്തെങ്കിലും വേണ്ടേ? കാലിനോ കൈക്കോ തോളിനോ തലയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പരിക്കെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെയൊന്നും അലീനയ്ക്ക് ഇല്ലല്ലോ എന്ന് പറയണ്ട. അതില്ല, അത് ഞാൻ ശ്രദ്ധിച്ചതാണ്. പിന്നെ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് മാത്രമേ ബോധം കെടുത്താനുള്ള മരുന്നൊക്കെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ എങ്കിലും ഇപ്പോഴും ബോധമില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് അലീന. ഇടയ്ക്കിടയ്ക്ക് ബോധം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥ വരണമെന്നുണ്ടെങ്കിൽ ഡോസായിട്ട് ഉറക്ക ഗുളികയോ അല്ലെങ്കിൽ മയക്കുമരുന്നോ എന്തെങ്കിലും ഉള്ളിലേ ചെന്നിട്ടുണ്ടാവണം എന്ന് പറയുകയാണേ. അയ്യോ, അലീന അങ്ങനെ ഉറക്കഗുളിയൊന്നും കഴിക്കുന്ന ആളല്ല. മയക്കുമരുന്നെന്ന് പറഞ്ഞ സംഭവം അവൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഏതായാലും എനിക്കും ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അവിടെ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും കാണുന്നില്ല വീണതായിട്ടുള്ളത്. എന്തായാലും മനുവിന് എന്താ അങ്ങനെ സംശയം തോന്നുക? എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു സംശയം തോന്നി എന്ന് പറയട്ടെ. അപ്പോൾ ഡോക്ടർ പറയാണ്, ശരിയാണ്, അങ്ങനെ എന്തോ ഒരു ഡൗട്ട് ഉള്ളത് പോലെ ഉണ്ട്. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ വേറെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുകയാണ് കേട്ടോ. അപ്പോൾ മനു സംശയിച്ച് നിൽക്കുകയാണ്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. നാളത്തെ എപ്പിസോഡിൽ മനു അലീനയുടെ അടുത്ത് ചെന്ന് കാണുന്നുണ്ട് കേട്ടോ. അലീന നടന്ന സംഭവങ്ങൾ മുഴുവനും പറയുന്നുണ്ട്. ആദ്യം പറയാൻ മടിച്ചിട്ടുണ്ടാവും, പക്ഷേ സംശയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അലീന നടന്ന സംഭവങ്ങളൊക്കെ മനുവിനോട് വിവരിക്കുകയാണ്. മനുവാണെന്ന് വെച്ചാൽ ദേഷ്യം വന്നിട്ട് രണ്ട് കൈ കൂട്ടി ഞെരിക്കുകയാണ് കേട്ടോ. അവരെ കിട്ടിയാൽ കൊല്ലുന്നുള്ള രീതിയിലേക്ക്. പിറ്റേ ദിവസം രാവിലെ തന്നെ മനു വേറൊരാളായി മാറാണ് കേട്ടോ. ഹരിയുടെ റൂമിലേക്ക് ഓടിക്കയറാണ് കേട്ടോ. പാഞ്ഞെടുക്കണം എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ വരുന്നത്. അതിനുശേഷം ഹരി വാതിൽ തുറന്നിങ്ങനെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ മൂക്കമടച്ചുള്ള കൊടുപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ച് അവശ നിലയിലേക്ക് ഹരിനെ മാറ്റുന്നുണ്ട് കേട്ടോ. തല്ലി ആകെ അവശ നിലയിലേക്ക് ആക്കും.
അതിന് ശേഷം ഹരിയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വിറച്ച് നിലവിളിച്ച് പല പല സ്ഥലങ്ങളിലേക്ക് അടിച്ച് താഴത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഹരിനെ. അങ്ങനെ നിൽക്കുമ്പോൾ കമലയാണെന്നുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. കമലയിലൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. കമലയ്ക്കും കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ദേഷ്യത്തോടു കൂടി മനു ചാട്ടുളി പോലെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇതേ സമയം രോഹിത്ത് ഇതൊക്കെ അറിഞ്ഞിട്ട് രോഹിത്ത് ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ട് ഇങ്ങനെ കൊല്ലാൻ വരുന്നതെന്നുള്ള രീതിയിലൊക്കെ ജനലിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ഇന്നത്തെ പ്രമോല് കാണിച്ചിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.